സിറിയയിൽ യുഎസ് പിന്തുണയുള്ള വിമതർ സർക്കാർ വിരുദ്ധ കലാപം ശക്തമാക്കി. ആഭ്യന്തര സംഘർഷം ശക്തമായതോടെ സിറിയയിലെ ഇന്ത്യക്കാർക്ക് കേന്ദ്ര സർക്കാർ ജാഗ്രതാ നിർദ്ദേശം നൽകി. ഉടൻ സിറിയ വിട്ടുപോകാനും കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇസ്രയേലിനും ഇറാനും സമീപത്തുള്ള രാജ്യമാണ് സിറിയ. പ്രസിഡന്റ് അൽ അസദിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ഭരിക്കുന്ന സിറിയയിൽ 2011 മുതൽ ആഭ്യന്തര യുദ്ധം രൂക്ഷമാണ്. അൽ അസദിന്റെ സർക്കാരിന് റഷ്യയുടെയും ഇറാന്റെയും പിന്തുണയുണ്ട്. അതിനാൽ അസദിനെ അട്ടിമറിച്ച് തങ്ങളുടെ പിന്തുണയോടെ പുതിയ ഭരണം സ്ഥാപിക്കാനാണ് അമേരിക്കയും ഇസ്രയേലും ശ്രമിക്കുന്നത്. ഹയാത്ത് തഹ്രീർ അൽ ഷാം എന്ന സംഘടനയാണ് സിറിയയിൽ ആഭ്യന്തര കലാപം നടത്തുന്നത്. അൽ ഖ്വയ്ദയെ പിന്തുണയ്ക്കുന്നതിനാണ് ഈ സംഘടന ആദ്യം രൂപീകരിച്ചത്. എന്നാൽ 2016 അൽ ഖ്വയ്ദയുമായുള്ള ബന്ധം വിച്ഛേദിച്ചുവെന്ന് പ്രഖ്യാപിച്ചിരുന്നു. സിറിയയിലെ റഷ്യൻ പിന്തുണയുള്ള ഗവൺമെന്റിനെ താഴെയിറക്കാനും അമേരിക്കയുമായി ഇടപാടുകൾ നടത്താനും സായുധ കലാപം ആരംഭിക്കാനുള്ള ശ്രമമാണ് ഹയാത്ത് തഹ്രീർ അൽ ഷാമിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. കഴിഞ്ഞ 10 ദിവസമായി സ്ഥിതി കനത്ത ആഭ്യന്തര കലാപത്തിന്റെ പിടിയിലാണ് സിറിയ. സിറിയയിലെ മൂന്നാമത്തെ വലിയ നഗരവും വിമതർ പിടിച്ചെടുത്തു. വിമതരുടെ അപ്രതീക്ഷിത ആക്രമണത്തിൽ പിടിച്ചു നിൽക്കാനാവാതെ സിറിയൻ സൈന്യം പിന്മാറുകയാണ്. ഇത് തുടർന്നാൽ ഉടൻ വിമതർ രാജ്യം മുഴുവൻ പിടിച്ചടക്കുമെന്നാണ് വിലയിരുത്തൽ. സിറിയയിൽ ഇറാന്റെ ഇടപെടൽ ഉണ്ടാകുമെന്നാണ് സൂചന. അസദ് സർക്കാരിന്റെ രക്ഷയ്ക്കെത്തുമെന്നും പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആഭ്യന്തര കലാപം രൂക്ഷമാകും. കഴിഞ്ഞ 10 ദിവസത്തിനിടെ മാത്രം 1000-ഓളം പേരാണ് സംഘർഷങ്ങളിൽ മരിച്ചത്. ഇവരിൽ ഭൂരിഭാഗവും സാധാരണക്കാരാണെന്നാണ് വിവരം. കൊളാറ്ററൽ ഡാമേജ് എന്നാണ് വിമതർ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ മാത്രം 2.8 ലക്ഷം സിറിയക്കാരെയാണ് മാറ്റിപ്പാർപ്പിച്ചത്. വരും ദിവസങ്ങളിൽ ഇത് 25 ലക്ഷമായി ഉയരുമെന്നാണ് പ്രതീക്ഷിക്കുന്നതും. സിറിയ പൊടുന്നനെയാണ് ആഭ്യന്തര യുദ്ധക്കളമായി മാറിയത്. ഹയാത്ത് തഹ്രീർ അൽ ഷാം ഗ്രൂപ്പ് സിറിയൻ സൈന്യത്തിന് നേരെ ആക്രമണം കടുപ്പിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ആക്രമണം ശക്തമായതോടെ ധാര നഗരം നിലവിൽ വിമതരുടെ കീഴിലാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ വിമതർ പിടിച്ചടക്കുന്ന 4ാമത്തെ നഗരമാണ് ധാര. മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലൊന്നായ സിറിയയിൽ മുൻപും ധാരാളം ആഭ്യന്തര യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ 24 വർഷമായി ബാഷർ അൽ അസാദിന്റെ ഭരണത്തിനെതിരെയാണ് വിമതർ പോരാട്ടം നടത്തുന്നത്. അദ്ദേഹത്തെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ നിരവധി ആക്രമണങ്ങൾ നടത്തിയെങ്കിലും റഷ്യയുടെ പിന്തുണ വിമതരെ അടിച്ചമർത്താൻ അസദിനെ സഹായിച്ചു. 2020 വെടിനിർത്തൽ കരാറിന് ശേഷം കുറച്ചുകാലം സമാധാനമുണ്ടായെങ്കിലും ഇപ്പോൾ വീണ്ടും ആക്രമണം തുടങ്ങിയിരിക്കുന്നു. നവംബർ 27 വിമതർ തുടക്കമിട്ട ആക്രമണം തുടരുകയാണ്. സിറിയൻ സൈന്യം വിമതർക്ക് കീഴടങ്ങുന്നത് തുടരുന്ന സാഹചര്യത്തിൽ ഇത് തടയാൻ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ഈജിപ്ത്, ജോർദാൻ, ഇറാഖ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് സിറിയൻ പ്രസിഡന്റ് അസദ് ആയുധ രഹസ്യാന്വേഷണ സഹായം തേടിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. രാജ്യത്ത് സ്ഥിതിഗതികൾ മോശമായതിനാൽ രാജ്യം വിടാൻ ചില അധികാരികൾ അസദിനോട് ഉപദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. മുൻപ് അക്രമം പൊട്ടിപ്പുറപ്പെട്ടപ്പോഴെല്ലാം റഷ്യ, ഇറാൻ, ഹിസ്ബുള്ള സേനകൾ പ്രസിഡന്റ് അസദിനെ പിന്തുണയ്ക്കാൻ രംഗത്തിറങ്ങിയിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്രയും കാലം ഭരണം നിലനിർത്താനായത്. എന്നാൽ ഇപ്പോഴത്തെ സ്ഥിതിയിൽ യുക്രൈനിലെ യുദ്ധം മൂലം, ഇസ്രയേലിനെതിരായ ആക്രമണം മൂലം ഇറാനും ഹിസ്ബുള്ളയും ദുർബലമാണ്. ഈയൊരു സാഹചര്യത്തെ മുതലെടുത്ത് അസദ് ഭരണകൂടത്തെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് വിമതർ നടത്തുന്നത്.